Censoring and the never-ending OTT pitch. Welcome to episode number 20 of FAR, my first independent feature film. 2020 ഡിസംബറിലാണ് ഞങ്ങൾ ഫാർ സെൻസർ ചെയ്യുന്നത്. 2019 അതുപോലെ 20 സ്റ്റാർട്ടിങ് ടൈമിൽ കോവിഡിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷൻ ഗോട്ട് എ ലിറ്റിൽ ഹിറ്റ് ബൈ ദ കോവിഡ് തിങ്. അപ്പോൾ അത് കുറച്ച് എക്സ്റ്റെൻഡ് ആയിരുന്നു ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ. അങ്ങനെ സെൻസറിങ് ഞങ്ങൾ ചെയ്യുന്നത് 2020 ഡിസംബറിലാണ്. അപ്പോൾ ഇവിടുന്ന് ഞാനും എൻ്റെ ഫാദറും അങ്കിളും പ്രൊഡ്യൂസേഴ്സ്, ഞാനും ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ചെല്ലുന്നു. ആ ഒരു സെൻസറിങ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. പിന്നെ പാരലലി ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവൽസിന് മൂവി സബ്മിറ്റ് ചെയ്യുന്നു, അതുപോലെ OTT പ്ലാറ്റ്ഫോംസിന് സിനിമ പിച്ച് ചെയ്യുന്നു. ലൈക്ക് നെറ്റ്ഫ്ലിക്സ് മുതൽ ആ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നു പല OTT പുതിയ പ്ലാറ്റ്ഫോംസ് വരുന്നു. പുതിയ എല്ലാ പ്ലാറ്റ്ഫോംസിലേക്കും നമ്മൾ മൂവി പിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സോ ലോങ് നമുക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ല ആക്ച്വലി. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ OTT നമ്മൾ എല്ലാ വിൻഡോസും ട്രൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് അഗ്രിഗേറ്റേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ഡയറക്റ്റ് OTT നമ്മൾ കോൺടാക്റ്റ് എടുത്ത് മെയിൽ അയക്കുന്നുണ്ട്. അതൊരു ഹോൾ പ്രോസസ്സായിരുന്നു. പക്ഷേ ആ ഒരു പ്രോസസ്സ് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ തന്നെ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനും ഈ മൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാനും അതിൻ്റെ പോസിറ്റീവ്സ് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു OTT പിച്ചിങ് സിനാരിയോ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു. പല OTT പ്ലാറ്റ്ഫോംസിലുള്ള ആൾക്കാരായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്റ്റിൽ വരാൻ വരെ, പിന്നെ ഫർദർ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ അസോസിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വരെയൊക്കെ ഓപ്പണായി കിട്ടാനുള്ള ഒരു ഡോറായിട്ട് എനിക്ക് ഫാർ മാറി എന്നുള്ളതാണ് സത്യം.